എല്ലാ സുഹൃത്തുക്കൾക്കും മിസ്റ്റീരിയസ് വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യരെ വരെ തിന്നാൻ കഴിവുള്ള 2 പാമ്പുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ഈ ലോകത്തിൽ തന്നെ പലതരം പാമ്പുകളെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ വിഷമേറിയ പാമ്പുകളെയും വിഷമില്ലാത്ത പാമ്പുകളെയും നമ്മുടെ ഈ ലോകത്തിൽ തന്നെ ഒരുപാട് കാണാൻ സാധിക്കും. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് മനുഷ്യരെ വരെ തിന്നാൻ കഴിവുള്ള 2 പാമ്പുകൾ ഏതാണെന്നും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾക്കിനി നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ പാമ്പാണ് എല്ലാവർക്കും അറിയാവുന്ന തന്നെ പെരുമ്പാമ്പ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ പാമ്പും അതിനോടൊപ്പം തന്നെ മനുഷ്യരെ വരെ തിന്നാൻ കഴിവുള്ള പാമ്പുമാണ് ഈ ഒരു പെരുമ്പാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെരുമ്പാമ്പിനെ നമ്മളൊന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കനമുള്ള പാമ്പുകളിൽ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വെയിറ്റ് കൂടിയ പാമ്പുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു പെരുമ്പാമ്പ് എന്നുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നെറ്റിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ പെരുമ്പാമ്പിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. ആദ്യം നോക്കേണ്ടത് നമ്മൾക്കിതിൻ്റെ ഒരു വെയിറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെരുമ്പാമ്പുകൾക്ക് ഇച്ചിരി അധികം വെയിറ്റ് കൂടുതലായിരിക്കും. നേരിട്ട് കണ്ടു കഴിയുന്ന സമയത്ത് ഭയങ്കര ഒരു കനമായിരിക്കും. മറ്റുള്ള പാമ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വണ്ണം ഈ ഒരു പാമ്പിനുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഏകദേശം 12 കിലോ ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. ഈ പെരുമ്പാമ്പിൽ തന്നെ പലതരം, നമ്മുടെ ഈ ലോകത്തിൽ തന്നെ പലതരം പെരുമ്പാമ്പുകളെ നമ്മൾക്ക് ഈ ലോകത്തിൽ തന്നെ ഒരുപാട് കാണാൻ സാധിക്കും. അതിലൊരു പെരുമ്പാമ്പിൻ്റെ വെയിറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഏകദേശം 12 കിലോ. ഏറ്റവും ഭാരം കൂടിയ പാമ്പുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു പെരുമ്പാമ്പ് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ജീവിതകാലം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 30 വർഷത്തോളം ജീവിക്കാനുള്ള ആയുസ് ഈ ഒരു പെരുമ്പാമ്പിന് വരുന്നുണ്ട്. ഈ ഒരു ജീവിത സമയത്തിനിടയ്ക്ക് എന്തെങ്കിലും അസുഖമോ കാര്യമോ ഒക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ജീവിതകാലം ചുരുങ്ങുന്നത്. അപ്പോൾ ഈ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഇടയ്ക്കാണ്, ഏകദേശം 30 വർഷത്തോളം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പലതരം പെരുമ്പാമ്പുകളെ നമ്മളെ ഈ ലോകത്തിൽ കാണാൻ സാധിക്കും. അതിലൊരു പെരുമ്പാമ്പിൻ്റെ ജീവിതകാലമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരിക്കലും ഒരു കറക്റ്റായിട്ടുള്ള ജീവിതകാലം നമ്മൾക്ക് എല്ലാ പാമ്പുകൾക്കും പറയാൻ സാധിക്കുകയില്ല. അപ്പം ഏകദേശം പലതരം പെരുമ്പാമ്പുകളിൽ ഒരു പെരുമ്പാമ്പിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു പെരുമ്പാമ്പിൻ്റെ ജീവിതകാലമാണ് ഞാനിപ്പം ഇവിടെ പറഞ്ഞത്. പിന്നെ എൻ്റെ ഡയറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാ മൃഗങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ജീവികളെയും കഴിക്കാനുള്ള ഒരു പ്രാപ്തി ഈ ഒരു പെരുമ്പാമ്പിനുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്. ഏകദേശം എല്ലാ ജീവികളെയും കഴിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഇതിനൊരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പെരുമ്പാമ്പുകൾ ഏറ്റവും വെയിറ്റ് കൂടിയ പെരുമ്പാമ്പാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ നീന്തി പോകാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഴഞ്ഞു പോകാനുള്ള ഒരു പ്രാപ്തി ഈ ഒരു പെരുമ്പാമ്പുകൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിടക്കുന്ന സമയത്ത് ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും മറ്റൊരു ജീവി വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ച് കഴിക്കുകയാണ് ഇതിൻ്റെ ഒരു പതിവെന്നുള്ളത്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പെരുമ്പാമ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ലിസ്റ്റിലേക്ക് പോവാം. രണ്ടാമത്തെ ലിസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പാമ്പ് തന്നെയാണ് അനാക്കോണ്ട. ലോകത്തിലെ ഏറ്റവും അപകടകരവും അതിനോടൊപ്പം തന്നെ മനുഷ്യരെ വരെ തിന്നാൻ കഴിവുള്ള പാമ്പുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു അനാക്കോണ്ട എന്നുള്ളത്. ഇതും ഏകദേശം പെരുമ്പാമ്പിൻ്റെ അടുത്തോളം ഏകദേശം നല്ലൊരു വെയിറ്റ് ഇതിന് വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഈ അനാക്കോണ്ടയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പെരുമ്പാമ്പിനെ പറഞ്ഞ പോലെ തന്നെ ഇതിനും ഏകദേശം വണ്ണം നമ്മൾക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പാമ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്. പിന്നെ എൻ്റെ ലൈഫ് സ്പാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജീവിതകാലം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10 വർഷത്തോളം ജീവിക്കാനുള്ള ആയുസ് ഈ ഒരു അനാക്കോണ്ടയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത. നമ്മൾ പെരുമ്പാമ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഏകദേശം 30 വർഷത്തോളം ജീവിക്കാനുള്ള ആയുസ് ഉണ്ടായിരുന്നു. അത്രയും ആയുസ് പോലും അനാക്കോണ്ടയ്ക്കില്ല എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്. പിന്നെ എൻ്റെ ഭക്ഷണ രീതി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡയറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും പലതരം ജീവികളെ കഴിക്കാനുള്ള ഒരു പ്രാപ്തി ഒരു അനാക്കോണ്ടയ്ക്ക് ഉള്ളതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്.
മാക്സിമം എല്ലാ ജീവികളെയും കഴിക്കാനുള്ളൊരു പ്രാപ്തി ഈ ഒരു അനാക്കോണ്ടയ്ക്കുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വലിയ ജീവി അല്ലെങ്കിൽ വണ്ണമുള്ള പാമ്പുകൾക്ക് ഒരിക്കലും പെട്ടെന്ന് തന്നെ എഴഞ്ഞു പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ ആ ഒരു പ്രദേശത്ത് എന്തെങ്കിലും ചെറിയ ജീവികൾ വന്നിരിക്കുമ്പോഴാണ് അതിനെ പെട്ടെന്ന് തന്നെ പിടിച്ച് കഴിക്കുകയും ഈ ഒരു രീതിയാണ് ഈ അനാക്കോണ്ടയ്ക്കുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അനാക്കോണ്ടയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.